ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 25. ആദരാഭിവാദനം സാഹിത്യ നഗരിക്ക്. സത്യത്തിൻ്റെ നഗരമെന്ന ഖ്യാതിയുള്ള കോഴിക്കോടിനിതാ സാഹിത്യ നഗര പദവി എന്ന പെരുമ കൂടി സ്വന്തമായി. വിശ്വസാഹിത്യ ചരിത്രത്തിൽ ശോഭയാർന്ന സർഗാത്മക നഗരങ്ങളുടെ പട്ടികയിൽ കോഴിക്കോടിൻ്റെ പേരുകൂടി എഴുതി ചേർക്കുന്ന പ്രഖ്യാപനം മലയാള നാട്ടിനും അക്ഷര പ്രണയിനികളായ സഹൃദയർക്കുമാകെ അഭിമാന മുഹൂർത്തമായി. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന നൽകിയ അംഗീകാരത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ച് മന്ത്രി എം പി രാജേഷ് പറഞ്ഞതുപോലെ ഇത് കൈരളിയുടെ സാംസ്കാരിക ചരിത്രത്തിലെ തിളങ്ങുന്ന നേട്ടമാണ്. കലയെ, സംഗീതത്തെ സ്നേഹിക്കുന്ന, പന്തുകളിയെ പ്രണയിക്കുന്ന, നാടകവും സിനിമയും കഥയും കവിതയും കൈകോർക്കുന്ന മഹത്തായ ദേശ സംസ്കൃതിക്ക് ലോകത്തിൻ്റെ ആദരമാണ് ഈ പദവി. യുനെസ്കോ പുതുതായി അംഗീകരിച്ച 55 സാംസ്കാരിക സർഗാത്മക നഗരങ്ങളിലൊന്നായാണ് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത്. ലോക സംഗീത നഗരനിരയിലേക്ക് ഗ്വാളിയോറിനെയും അംഗീകരിച്ചിട്ടുണ്ട്. സാഹിത്യ നഗരത്തിൻ്റെ മഹിമ തുടിക്കും വിധം പ്രൗഢിയിലാണ് ഞായറാഴ്ച കോഴിക്കോട്ട് സാഹിത്യ നഗര പദവിയുടെ വിളംബര പ്രഖ്യാപനം അരങ്ങേറിയത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ 2 വർഷത്തിലേറെയായി നടന്ന ജനകീയവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോക ശ്രദ്ധയാകർഷിക്കുന്ന സാഹിത്യ നഗര പദവി കരഗതമായത്. കില, കോഴിക്കോട് NIT എന്നിവ സർഗാത്മകമായും ക്രിയാത്മകമായും കോർപ്പറേഷന് നൽകിയ പിന്തുണയും സാമോദം ഈ വേളയിൽ സ്മരിക്കാം. കഴിഞ്ഞ വർഷം കേരളപ്പിറവിക്ക് തൊട്ടുമുമ്പാണ് യുനെസ്കോ സാഹിത്യ നഗരമെന്ന പദവിക്ക് കോഴിക്കോടിനെ തെരഞ്ഞെടുത്തത്. 100ഓളം രാജ്യങ്ങളിൽ നിന്നായി 350 സർഗ നഗരങ്ങളാണ് നിലവിൽ യുനെസ്കോയുടെ പട്ടികയിലുള്ളത്. അടുത്ത മാസം ആദ്യത്തെ ആഴ്ച പോർച്ചുഗലിലെ ബ്രാഗയിൽ നടക്കുന്ന ചടങ്ങിലാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം. നഗരം മഹാസാഗരം എന്ന പോലെ മഹിതമായ സാംസ്കാരിക പ്രഭ അലയടിച്ചുയരുന്ന നഗരമാണ് കോഴിക്കോട്. മധുര തെരുവുള്ള ഈ നാടിൻ്റെ ഇന്നലകളാകെ പാട്ടും അക്ഷരവും മണക്കുന്നതാണ്. അക്ഷരകലയിൽ, സംഗീതത്തിൽ, സംസ്കാരത്തിൽ, സാഹിത്യത്തിൽ കോഴിക്കോടിനുള്ള തിളക്കമാർന്ന ഭൂതവർത്തമാന ചരിത്രത്തെയാണ് യുനെസ്കോയിലൂടെ ലോകം ആദരിച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും വിശിഷ്ടരായ പ്രതിഭകൾ, വിശ്വവിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ SK പൊറ്റക്കാടും ഉറൂബും NB മുഹമ്മദും തിക്കോടിയനും NN കക്കാടും KA കൊടുങ്ങല്ലൂരും UA ഖാദറും പുനത്തിലും P വത്സലയും കഥയുടെ പുതുലോകങ്ങൾ രചിച്ചതും കവിതയുടെ വർണ്ണരാജികൾ ചൊരിഞ്ഞതും ഈ മണ്ണിലിരുന്നാണ്. സ്വപ്നങ്ങളെയും വിസ്മയിപ്പിക്കുന്ന രാഗസഞ്ചാരങ്ങൾ ചൊരിഞ്ഞ MS ബാബുരാജും അബ്ദുൾ ഖാദറും കോഴിക്കോടിൻ്റെ എക്കാലത്തെയും സ്വകാര്യ അനുഭൂതികളാണ്. മതവെറിക്ക് മുന്നിൽ ഇത് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ജീവിതഗന്ധിയായ അരങ്ങുകൾ സമ്മാനിച്ച KT മുഹമ്മദും PM താജും കോഴിക്കോട് തട്ടകമാക്കിയവരായിരുന്നു. അരവിന്ദനും ജോൺ അബ്രഹാമും പത്മരാജനും OV വിജയനും കടമനിട്ടയും നമ്പൂതിരിയും പട്ടത്തുവിളയുമടക്കം മലയാളത്തിൻ്റെ കലാസാംസ്കാരിക ജീവിതത്തെ സമ്പന്നമാക്കിയ പ്രതിഭാശാലികളെല്ലാം കോഴിക്കോട് അടയാളപ്പെടുത്തപ്പെട്ടവരാണ്. മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാപ്രതിഭയായ MT വാസുദേവൻ നായർ പ്രഭചൊരിയുന്ന അക്ഷരവിളക്കായി ഇന്നുമുണ്ടെന്നതും ഈ നഗരത്തിൻ്റെ പ്രൗഢിയാണ്. കേരളത്തിൻ്റെ പത്രത്തറവാട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം പത്രങ്ങളും പ്രസിദ്ധീകരണശാലകളും ഇന്നും സജീവം. 550ഓളം അക്ഷരപ്പുരകളും 70ലധികം പ്രസാധനാലയങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുന്നതായാണ് സാഹിത്യ നഗരത്തിനായുള്ള ഗവേഷണ പഠന പ്രവർത്തനത്തിൽ വ്യക്തമായത്. കേരളത്തിൻ്റെ ആദ്യ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് ആതിഥ്യമരുളുന്നതടക്കം വായനയുടെയും സാഹിത്യത്തിൻ്റെയും സർഗമേളകളും ഏറെയാണ്. എഴുത്തിനും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും എന്നും ആദ്യ നിരയിലാണ് ഇവിടെ ഇടം. സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയ പൈതൃകവും പുരോഗമനാശയങ്ങളോടും ചിന്തകളോടും ചേർന്ന് നിന്ന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും കോഴിക്കോടിൻ്റെ ജീവധാരയാണ്. നമ്മുടെ സംസ്കാരത്തിനും സാഹിത്യത്തിനും മതാന്ധതയും വിപണിയും വിലക്കും വിലയുമിടുന്ന കാലത്ത് നമുക്ക് ലഭിച്ച ഈ വിശ്വ അംഗീകാരത്തിന് വലിയ പ്രസക്തിയുണ്ട്. നിർഭയമായും സ്വതന്ത്രമായും എഴുതാനും പ്രകാശിപ്പിക്കാനും ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേട്ടയാടപ്പെടുന്ന ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ഇതിനേറെ പ്രാധാന്യമുണ്ട്. ജനാധിപത്യവും സാഹോദര്യവും പുലരുന്ന സഹിഷ്ണുതയുടെ വെളിച്ചം പരക്കുന്ന സാംസ്കാരിക സാമൂഹ്യ നിർമ്മിതിയിലൂടെയേ സാംസ്കാരിക വിരുദ്ധരായ ആശയങ്ങളെ പ്രതിരോധിക്കാനാകൂ. അക്ഷരത്തിൻ്റെ ചെറുപന്തങ്ങൾ ചേർത്ത് പിടിച്ച് സംസ്കാരത്തിൻ്റെ ദീപഗോപുരങ്ങൾ സൃഷ്ടിക്കാനുള്ള അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് വഴികാട്ടിയാക്കാം ഈ സാഹിത്യ നഗര പദവി.